ഈ ഒരു റിസോർട്ടിൻ്റെ പേര് റിവർ ട്രീ ഫാം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ്. ട്രീ ഹൗസ് പോലെയുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. ഇത് കൽപ്പറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ റൂം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേലെയും താഴെയായിട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. താഴെയാണ് മെയിൻ ബെഡ്റൂമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ കിടക്കുമ്പോഴും രാത്രിയിലാണ് കൂടുതൽ ഭംഗി തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് കാണാം. നല്ലൊരു വ്യൂ ആണ് അവിടെ കിടക്കുമ്പോൾ. പിന്നെ ഇത് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആണ് കേട്ടോ. ഇത് നിറയെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. നിറയെ ചെടികളും അതുപോലെ തന്നെ പുല്ലൊക്കെ വളർത്തിയിട്ടുണ്ട് അവർ. ഇത് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് നിറയെ നമ്മൾ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഈ നമ്മുടെ 2 വില്ലയുടെ താഴത്തായിട്ട് കാപ്പിത്തോട്ടമാണ് കേട്ടോ. നിറയെ അവർ കൃഷി ചെയ്യുന്നതാണ്. ഇത് ഒരു വീട്ടുകാർ നടത്തുന്ന ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ ഇവർ തന്നെ നോക്കി വളർത്തുന്നതാണ്. ഇത് നമ്മൾ വില്ലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഷട്ടിൽ കളിക്കാനും അതുപോലെ തന്നെ ഗൺ ഷൂട്ടിങ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ്. ഇവിടെ 2 വില്ലാണ് ഉള്ളത്. ഈ കാണുന്ന വില്ലയിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ വേറൊരു വില്ലയും കൂടെ ഉണ്ട്. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഓരോന്നൊക്കെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പും വില്ലൊക്കെ എടുത്ത് വന്നിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. പിന്നെ നമ്മൾ ഗൺ ഷൂട്ടിംഗ് ഒന്ന് ചെയ്ത് നോക്കി. ആ ഗണ്ണിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അത് എടുത്ത് പൊക്കാൻ നിന്നിട്ടില്ല. ഇക്ക പിന്നെ ചെയ്ത് നോക്കിട്ടോ. പക്ഷേ നമുക്കതത്ര എയിമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അങ്ങോട്ട് എത്തുന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു റിവറുണ്ട്. ഈ ബാംബൂ സ്റ്റിക്ക് ഒന്നാകെ കെട്ടി വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൂടെ നമുക്കിങ്ങനെ പോയാൽ ഈ റിവറിലൂടെ അപ്പുറത്തേക്ക് പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഞങ്ങളതിന് പോയിട്ടില്ല.
പിന്നെ രാത്രിയിൽ ഇവിടെ നിറയെ LED ഒക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലൊരു കൂളിംഗും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ആ അവിടുത്തെ ഒരു ആംബിയൻസ്. പക്ഷെ നമ്മൾ ക്യാമറയിൽ അത്ര ഭംഗി തോന്നിക്കുന്നില്ല. പിന്നെ നമുക്കൊരു 8:30 ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പുട്ട്, പൊറോട്ട, അതുപോലെ കലോക്സ് ബ്രെഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാൽക്കണിയിൽ തന്നെ ടേബിളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ബാണാസുര ഡാമിലേക്കാണ്. അതിൻ്റെ അടുത്തുള്ളൊരു സ്പോട്ടാണ്. കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അടുത്താണ് ഈ ബാണാസുര ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മിനി ബസ്സിലായിരുന്നു അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് നമുക്ക് നടന്നിട്ടും പോകാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ടായപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ച ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബാണാസുര ഡാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യസ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം കൂടിയാണ് ഈ ബാണാസുര ഡാം. ഇവിടെയാണ് പിന്നെയും തിരക്കുണ്ടായിരുന്നത്. അധികം ആളുകളും ഈ ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അധികം ടൈം ഇവിടെ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ റിട്ടേൺ അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.